ഹേ ഗായ്സ്, ഇന്നൊന്ന് ടൗണിൽ പോവാണ്. എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാനും ഉണ്ട്, പിന്നെ കൊറിയർ അയക്കാനും, പിന്നെ കുറച്ച് കസ്റ്റമേഴ്സിന് മെറ്റീരിയൽ ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ എല്ലാത്തിനും കൂടി വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ ഞാൻ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തായിരുന്നു. പിന്നെ അഡ്രസ്സും കൂടി ഞാൻ എഴുതിയിട്ട് അതൊന്ന് വെച്ച് ഇൻസ്റ്റലേഷൻ ഒക്കെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ ഞാനും അച്ഛയും കൂടിയാണ് ടൗണിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ പോയത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കളക്ട് ചെയ്ത് DTDCയിലാണ് കൊറിയർ അയക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് കൊറിയർ ഒക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് വേറൊരു കൊറിയർ അയക്കാനുള്ളത്. ഇത് കർണാടകയിലേക്ക് അയക്കുന്നതായിരുന്നു. അപ്പൊ അവർക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കണം എന്ന് പറഞ്ഞത്. ഞാനും അച്ഛയും കൂടി പോയിട്ട് അവിടെ നിന്ന് കൊറിയർ അയക്കുന്നുണ്ട്. പിന്നെ കൊറിയർ ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മുസംബി ജ്യൂസ് ഒക്കെ പോയി കുടിക്കുന്നുണ്ട്. പിന്നെ വയനാട്ടിൽ തന്നെ ഉള്ള ഒരു കുട്ടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിൽ മെറ്റീരിയൽ കൊടുത്തു വിടുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് കളക്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ബസ്സിന്റെ പേരും ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ ബസ് വന്നിട്ട് ഞങ്ങൾ പോയിട്ട് അത് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ മെറ്റീരിയലൊക്കെ ആയിരുന്നു വാങ്ങിയത്. സ്ഥിരമായിട്ട് പോകുന്ന കടയിൽ തന്നെയാണ്. അപ്പൊ 2-3 പേർക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മയും കൂടി ബസ്സിനാണ് പിന്നെ വരുന്നത്. കൊറിയറും മെറ്റീരിയലൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ കൊടുത്തു വിടുമായിരുന്നു ചെയ്തത്. അപ്പൊ അത്രയുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.